പിണറായിക്ക് പിൻഗാമിയാര്? പിണറായിക്ക് ശേഷം LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര്? ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. പല ഓൺലൈൻ മാധ്യമങ്ങളും പല കഥകൾ മെനയുന്നുണ്ട്. മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന്റെ മരുമകനായ മുഹമ്മദ് റിയാസ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെടും എന്നൊക്കെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ആ ഉത്തരം ഏതാണ്ട് സത്യസന്ധമായ ഒരു ഉത്തരം കൂടിയാണ്. ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് വേണ്ടി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്, പിണറായിക്ക് ശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ യോഗ്യതയും മുൻ മന്ത്രി, ഇപ്പോഴത്തെ MP കെ രാധാകൃഷ്ണൻ എന്ന സഖാവിന് ഉണ്ട് എന്നാണ്. കെ രാധാകൃഷ്ണൻ കേരളത്തെ നയിക്കുന്ന ഒരു കാലം വരും എന്നാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ MP ആയി പറഞ്ഞയച്ചത് എന്നൊരു കുറ്റാരോപണവും മാത്യു കുഴൽനാടൻ നടത്തുന്നു. എന്തായാലും ഇത് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒന്ന്, മാത്യു കുഴൽനാടൻ പറയുന്നത് മൂന്നാമതും LDF തന്നെ അധികാരത്തിൽ വരും എന്നാണ്. അതിന്റെ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്ന ഒരു ഉത്തരം മാത്യു കുഴൽനാടൻ തന്നെ നൽകിയിരിക്കുന്നു. കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയാകാൻ എല്ലാവിധ യോഗ്യതയുമുള്ള വ്യക്തിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. കെ രാധാകൃഷ്ണൻ ഇതോടെ ചർച്ചാ വിഷയമായി മാറുകയാണ്. സാധാരണ കണ്ണൂരിൽ നിന്നുള്ള ഒരു സഖാവോ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സഖാവോ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധാരണ വരിക. ആലപ്പുഴയിൽ അതിനു പറ്റിയ മുഖങ്ങളില്ല. ഇപ്പോൾ കണ്ണൂരിലും അതിനു പറ്റിയ ഒരു മുഖമില്ല. ഈ സാഹചര്യത്തിലാണ് കെ രാധാകൃഷ്ണനെ മാത്യു കുഴൽനാടൻ തന്നെ ഉയർത്തിക്കാണിക്കുന്നത്. കെ രാധാകൃഷ്ണനെ MP ആയി പറഞ്ഞയച്ചത് അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടിയാണെന്ന ആരോപണവും മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നു. എന്തായാലും രാധാകൃഷ്ണൻ ലൈംലൈറ്റിൽ വരികയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലും LDF തന്നെ വരുമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത് ഒരു ഒരു അബദ്ധമായി മാറി. യഥാർത്ഥത്തിൽ രാധാകൃഷ്ണനെ വെട്ടിയെരിഞ്ഞു എന്ന് കാണിച്ച് രമ്യ ഹരിദാസിന് വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഫേസ്ബുക്ക് വീഡിയോ പുറത്തിറക്കിയത്. പക്ഷെ അതിലൂടെ എല്ലാവരും പറയുന്ന കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു മാത്യു കുഴൽനാടൻ. രാധാകൃഷ്ണൻ ദളിതനാണ്. ദളിതനായ മുഖ്യമന്ത്രി എന്ന ഒരു PR വർക്കിലൂടെ, അല്ലെങ്കിൽ ദളിതനായ മുഖ്യമന്ത്രി എന്ന ആഹ്വാനത്തിലൂടെ CPM രാധാകൃഷ്ണനെ അവതരിപ്പിക്കും എന്നുള്ള സത്യമാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. പിണറായിക്ക് ശേഷം CPMൽ നേതാക്കളുടെ ഒരു ശോചനീയാവസ്ഥയുണ്ടെന്ന് പല രാഷ്ട്രീയ വിദഗ്ധരും കണക്കാക്കുന്നുണ്ട്. പിണറായിക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വരാനുള്ള ആ കരുത്തുള്ള നേതാക്കൾ കുറവാണെന്നുള്ള ഒരു ചർച്ച CPMനുള്ളിൽ തന്നെ നടക്കുന്നു. അപ്പോഴൊക്കെ രാധാകൃഷ്ണന്റെ പേര് വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ മാത്യു കുഴൽനാടൻ അത് ഓപ്പണായി തന്നെ പറഞ്ഞിരിക്കുന്നു. പിണറായിയുടെ പിൻഗാമിയായി കെ രാധാകൃഷ്ണൻ വരും. അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് അദ്ദേഹത്തെ MP ആക്കി അങ്ങ് ഡൽഹിക്ക് പറഞ്ഞയച്ചത് എന്ന കുറ്റ ആരോപണമാണ് മാത്യു കുഴൽനാടൻ നടത്തുന്നതെങ്കിലും ഈ ചർച്ച ഇടതുപക്ഷത്തിനിടയിൽ ഉണ്ട്. ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. അദ്ദേഹം എപ്പോഴും അണികൾക്ക് ആവേശം പകർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായി ഇനി മാറും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരാളെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കേണ്ടത് LDFന്റെ ആവശ്യമാണ്. അതിന് കെ രാധാകൃഷ്ണൻ എന്തുകൊണ്ടും യോഗ്യനാണ്. അദ്ദേഹം അവിവാഹിതൻ. അതിന് കെ രാധാകൃഷ്ണൻ എന്തുകൊണ്ടും യോഗ്യനാണ്. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന കെ രാധാകൃഷ്ണൻ, അധികാരത്തോട് ഒരു താല്പര്യവുമില്ലാത്ത സഖാവ്. ആ സഖാവ് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് യോഗ്യൻ എന്ന് മാത്യു കുഴൽനാടൻ പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങൾ കൈവരുന്നുണ്ട്. കെ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു സഖാവായിരിക്കണം ഇനി CPMനെ നയിക്കേണ്ടത് എന്ന ഒരു ചർച്ച പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ലളിത ജീവിതം നയിക്കുന്ന, വിവാദങ്ങളിൽ പെടാത്ത ഒരു സഖാവായിരിക്കണം CPMനെ നയിക്കേണ്ടത്. എന്തായാലും മാത്യു കുഴൽനാടൻ തന്നെ ഈ ചർച്ച ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നുവിട്ടിരിക്കുന്നു.